എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് വൈദികരും പോലീസും തമ്മിലുള്ള സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടുകയാണ്. നേരത്തെ പ്രതിഷേധിച്ച വൈദികരെ പിടിച്ചു പുറത്താക്കിയത് വലിയ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. ബിഷപ്പ് ഹൗസിൽ പ്രാർത്ഥനാ പ്രതിഷേധം നടത്തുന്ന വിമത വൈദികരെയാണ് പോലീസ് ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ ശ്രമിച്ചത്. സൈഫിനിസ അലിയാറുണ്ട് വിവരങ്ങളുമായി. സൈഫിനിസ, വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുകയാണോ? നേരത്തെ പ്രതിഷേധിച്ച വിമത വൈദികരെ ബലം പ്രയോഗിച്ച് പുറത്താക്കാൻ ശ്രമം നടത്തിയിരുന്നു. അവരെ പുറത്താക്കി കഴിഞ്ഞോ? എന്താണ് അവിടെ കാണുന്നത്? സ്മൃതി, ഇന്ന് രാവിലെ 5:15 ബിഷപ്പ് ഹൗസിലെത്തി ഇവിടെ സമരം വൈദികർ ആക്കിയതാണ്. അവർ അടുത്തുള്ള ബസിലിക്ക പള്ളിയിൽ സമരവുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ വൈദികരുടെയും ഒപ്പം തന്നെ പ്രതിഷേധക്കാരുടെയും നേതൃത്വത്തിൽ ഈ ബിഷപ്പ് ഹൗസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഈ പ്രതിഷേധ മാർച്ച് പോലീസ് ഗേറ്റ് അടച്ച് തടഞ്ഞെങ്കിലും ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ബിഷപ്പ് ഹൗസിനകത്തേക്ക് പ്രതിഷേധക്കാർ കയറുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പ്രതിഷേധം ഗേറ്റ് വീണ്ടും അടയ്ക്കാനുള്ള ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ പോലീസിനെതിരെ ഗോ ബാക്ക് വിളിയുമായി പ്രതിഷേധക്കാർ ഇവിടെ മുദ്രാവാക്യം 5:15 പോലീസിന്റെ നടപടി ഉണ്ടായത്. ഈ ബിഷപ്പ് ഹൗസിന് മുൻപിലായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി പ്രാർത്ഥനാ യജ്ഞവുമായി വൈദികർ ഉണ്ടായിരുന്നത്. ഈ പ്രാർത്ഥനാ യജ്ഞം നടത്തുന്നത് കൂടാതെ തന്നെ ബിഷപ്പ് ഹൗസിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്ന രീതിയിലേക്ക് സമരക്കാരായ വൈദികരുടെ നീക്കം പോകുന്നുവെന്ന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പോലീസിൽ പരാതി നൽകുകയും ഇതേ തുടർന്ന് ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ പരാതിയിന്മേൽ ഇന്ന് രാവിലെ പോലീസ് എത്തി വൈദികരെ ഇവിടുന്ന് നീക്കുകയുമായിരുന്നു. പുറത്തേക്ക് എത്തിച്ച വൈദികർ പിന്നീട് തൊട്ടടുത്തുള്ള ബസിലിക്ക പള്ളിയുടെ അകത്ത് കയറി കോമ്പൗണ്ടിനകത്ത് കയറി സമരം തുടരുകയായിരുന്നു. ഒപ്പം തന്നെ വൈദികരെ മർദ്ദിച്ചെന്നും ഇവർ പരാതിപ്പെടുകയും ചെയ്തിരുന്നു. തുടർന്ന് കൂടുതൽ വിശ്വാസികൾ ഈ ഭാഗത്തേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ ബിഷപ്പ് ഹൗസിനകത്തേക്ക് ഈ സമരക്കാരായ വൈദികരെ സമരം ചെയ്യാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. പക്ഷേ ഈ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് കയറാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. പോലീസ് വീണ്ടും പ്രതിരോധം തീർക്കുകയാണ്. ഗേറ്റ് അടച്ചുകൊണ്ട് പക്ഷേ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് വീണ്ടും ഗേറ്റ് തുറക്കാനുള്ള ശ്രമവും പോലീസിനെതിരെ ഗോ ബാക്ക് വിളികളുമായി മുദ്രാവാക്യം വിളികളുമായി നടക്കുകയാണ്. സിറോ മലബാർ സഭയിലെ കൂരിയയിലുള്ളവരെ കഴിഞ്ഞ മാസം പുറത്താക്കിയിരുന്നു. പുതിയ കൂരിയ, അതായത് പുതിയ കൂരിയയുടെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗം വന്നപ്പോൾ ബിഷപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ്, ബോസ്കോ പുത്തൂരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗമാണ് കൂരിയ. ഈ കൂരിയയുടെ നടപടി അഴിമതി നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്താക്കണം എന്നുള്ളതാണ് നിലവിലെ ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് വൈദികർ സമരം ചെയ്തിരുന്നത്. പ്രാർത്ഥനാ യജ്ഞമായിരുന്നു നടത്തിയിരുന്നത്. ഇതിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഈ പോലീസ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. അകത്ത് കയറിയ പ്രതിഷേധക്കാരനെ ഇപ്പോൾ പോലീസ് തള്ളി പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. വീണ്ടും സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അൽമായ മുന്നേറ്റം പ്രതിഷേധക്കാരായ സമരക്കാരനെയാണ് ഇപ്പോൾ അകത്ത് കയറിയ സമരക്കാരനെയാണ് പോലീസ് പുറത്താക്കിയിരിക്കുന്നത്. സൈനിക ഗേറ്റിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്കിട്ടത്. സംഘർഷ സമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് സ്മൃതി. അതിന് കൂടുതൽ പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ എയർ ക്യാമ്പിന് സമീപത്ത് തന്നെയാണ് ഈ ബസിലിക്ക പള്ളിയും ബിഷപ്പ് ഹൗസും ഉള്ളത്. ഇവിടെ കൂടുതൽ പോലീസും ഉണ്ട്, പ്രതിഷേധക്കാരും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. അകത്ത് വലിയ സുരക്ഷാ സന്നാഹമുണ്ട്, പോലീസുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ വീണ്ടും ഇവിടെ തടിച്ചുകൂടുകയാണ്. വീണ്ടും മുദ്രാവാക്യം വിളികളുമായി തടിച്ചുകൂടുകയാണ്. പോലീസ് നടപടിക്കെതിരെ പ്രതിഷേധവുമായി ഇപ്പോൾ വീണ്ടും ഗേറ്റ് തള്ളി തുറക്കാനും പോലീസിനോട് സംസാരിക്കുകയാണ്. ഇവരുടെ പ്രതിഷേധക്കാരിൽ ഒരാളെ പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും പോലീസുമായി വാക്കേറ്റം ഉണ്ടാകുന്നത്. ഇന്ന് രാവിലെ വൈദികരെ മർദ്ദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ രാവിലെ 5 മുതൽ ഈ ബസിലിക്ക പള്ളിയുടെ മുൻപിൽ പ്രതിഷേധവുമായി തുടരുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ലത്തീൻ പള്ളിയുടെ കപ്പൽ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് വീണ്ടും മാർച്ചായി ഇവിടെ നിന്ന് തുടങ്ങി ബസിലിക്ക പള്ളി കടന്ന് ഇപ്പോൾ ഈ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഇരിക്കുന്ന ഇവിടുത്തെ ബിഷപ്പ് ഹൗസിന് മുൻപിലേക്ക് സമരം വരികയും പക്ഷെ ഗേറ്റ് അടച്ചുകൊണ്ട് പോലീസ് സമരത്തിന് പ്രതിരോധം തീർക്കുകയും ചെയ്തപ്പോഴാണ് സമരക്കാർ ഗേറ്റ് തള്ളി തുറന്ന് അകത്ത് കയറിയ പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്തു. വീണ്ടും ഒരു പ്രതിഷേധം കനക്കുകയാണ്. മുദ്രാവാക്യ വിളികളുമായി മുന്നോട്ട് പോവുകയാണ് സ്മൃതി. ഇപ്പോൾ